നമസ്കാരം, ഫോക്സ് വി ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിലെ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനം, 13 മരണം, മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ഉത്തരവിട്ട് കളക്ടർ. തൃശൂരിലെ വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ 13 മരണം, 13 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. സംഭവ സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിക്കുമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. തിരച്ചിലിന് ഡ്രോൺ സംവിധാനം ഉപയോഗിക്കും. DIGക്കാണ് രക്ഷാപ്രവർത്തന മേൽനോട്ട ചുമതല. കമ്മീഷണർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. രക്ഷാപ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അപകടം സംബന്ധിച്ച് മജിസ്റ്റീരിയൽ തല അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉത്തരവിട്ടു. അപകട കാരണവും അനന്തരഫലങ്ങളും വിശദമായി അന്വേഷിക്കുന്നതിന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തി. ആവശ്യത്തിനുള്ള ഫയർഫോഴ്സ് സംവിധാനങ്ങളും ആംബുലൻസുകളും സജ്ജമാണ്. ഡ്രോൺ സംവിധാനം നിലവിൽ തന്നെയുണ്ട്. റോബോട്ടിക് സംവിധാനം ഏർപ്പെടുത്തും. ലൈസൻസ് അടക്കമുള്ള സംവിധാനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റായ തൃശൂർ RDOയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപകട സമയത്ത് 30നും 40നും ഇടയിൽ ആളുകൾ ഇവിടെയുണ്ടായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എല്ലാ ആളുകളെയും പുറത്തെടുക്കുക എന്നതിനാണ് പ്രാഥമിക നിഗമനം എന്ന് കളക്ടർ പറഞ്ഞു. തൃശൂർ പൂരം ഒരുക്കത്തിനിടെയാണ് മുണ്ടത്തിക്കോട് വൻ ദുരന്തമുണ്ടായത്. തിരുവമ്പാടി ദേവസ്വത്തിന്റെ വെടിക്കെട്ടുപുരയിലുണ്ടായ സ്ഫോടനത്തിൽ 12 പേരാണ് മരിച്ചത്. നിരവധി തൊഴിലാളികൾക്ക് പരിക്കേറ്റു. 2.5 ഏക്കർ സ്ഥലത്തെ 5 വെടിക്കെട്ടുപുരകൾ പൂർണ്ണമായും കത്തിനശിച്ചു. സ്ഫോടനമുണ്ടായി മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തീയണയ്ക്കാനായിട്ടില്ല. ചികിത്സാ സഹായത്തിന് സർക്കാർ സംവിധാനങ്ങളെ സജ്ജമാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. ന്യൂസ് ഡെസ്ക്, ഫോക്സ് വ്യൂ.